നമസ്കാരം. അവൻഗാർഡ് എന്ന ഇത്ര എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹ്യൂജ് റെസ്പോൺസിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷോർട്ട് ഫിലിം മേഖലയ്ക്ക് അവൻഗാർഡ് നൽകിയ ഉണർവ് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് അവൻഗാർഡിൽ മത്സരിക്കാൻ പോകുന്ന ഷോർട്ട് ഫിലിം ഏതാണെന്ന് അറിയാം. അതിനു മുന്നേ ഞാൻ നമ്മുടെ ജൂറി പാനലിനടുത്തേക്ക് നീങ്ങുകയാണ്. കാണാം. നമസ്കാരം സർ. അവൻഗാർഡിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിം ബിജു വിജയ് നായർ സംവിധാനം ചെയ്ത ബാച്ചിലർ. വിജയേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാച്ചിലർ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകനാണ് ബിജു വിജയ് നായർ. എന്താ ബിജുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഞാനിപ്പോൾ ബിടെക് കഴിഞ്ഞ് ഒരു IT കമ്പനിയിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യും. അതിനിടയ്ക്ക് സിനിമ ചെയ്യുന്നു. വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലും സിനിമ ഒരു പാഷൻ ആയതുകൊണ്ട് ഇത് സെക്കൻഡ് ഷോർട്ട് ഫിലിമാണ്. ഇതിന് ഒരു കൊല്ലം മുന്നേ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ബാച്ചിലറിലൂടെ ഒരു സിമ്പിളായ ഒരു സ്റ്റോറി, അതായത് ഒരു 29 വയസ്സുള്ള ഒരു IT എഞ്ചിനീയർ അറേഞ്ച്ഡ് മാരേജിന് പോകുമ്പോൾ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ നർമ്മത്തിൻ്റെ ഭാഷയിൽ പറയാൻ ശ്രമിക്കുന്നു. ഞങ്ങളെല്ലാവരും ബാച്ചിലർ എന്ന ഈ ഷോർട്ട് ഫിലിം കാണാൻ തിയേറ്ററിലേക്ക് നീങ്ങുകയാണ്. പ്രേക്ഷകരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നീങ്ങാം. ഒരപ്സരസ് അവൾ ആ കാർക്കൂന്തൽ ചെവിയുടെ പുറയിലോട്ട് മാടി ഒതുക്കുന്നത് കാണാൻ തന്നെ എന്ത് ചന്തം! എന്റെ ദൈവമേ, നിനക്ക് നന്ദി. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അവൾ എന്റെയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ പെണ്ണ് കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ? അല്ല, വെറുതെ. അല്ല, ആരോഗ്യത്തിന് വെജിറ്റേറിയൻ ആണ് നല്ലത്. പിന്നെ ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യാറ്? ബുക്സ് വായിക്കും, പിന്നെ പാട്ട് കേൾക്കും, മൂവീസ്. നൈസ്. ഏത് ടൈപ്പ് മൂവീസ് ആണ് ഇഷ്ടം? എനിക്ക് ഷാറുഖ് ഖാൻ മൂവീസ് ഇഷ്ടമാണ്. ഐ എം എ ബിഗ് ഫാൻ. ഇവനൊന്നും അഭിനയിക്കാനും അറിയില്ല, കാണാനും വലിയ ലുക്കില്ല. കുറെ വേസ്റ്റ് പെമ്പിളൊരു ഫാൻസ് ആയിട്ടുണ്ട്. നമ്മളെ ഒന്നും നോക്കാൻ ഇവിടെ ഒരു പട്ടികൂഞ്ഞ് പോലും ഇല്ല. എനിക്കും അതെ, ഭയങ്കര ഇഷ്ടമാണ് ഷാറുഖ് ഖാൻ. എന്താ അഭിനയം! ഹോ, എന്താ അത്? അപ്പുറത്താരോ സ്മോക്ക് ചെയ്യുന്നുണ്ട്. എനിക്കും ഇഷ്ടമല്ല. ഐ ടു ഹേറ്റ് സ്മോക്കേഴ്സ്. കുറെ നേരമല്ലോ ഗ്ലാസും കയ്യിൽ വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അതിലൊരെണ്ണം എനിക്കും ചോദിച്ചേ. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഉപദേശിക്കാറുണ്ട്, വലിക്കരുത്, വെള്ളമടിക്കരുത് എന്നൊക്കെ. എന്താ ചെയ്യാ? സോഷ്യൽ ഡ്രിങ്കിങ്ങിന് എന്താ കുഴപ്പം? ഇൻഫാക്ട് ഐ ലൈക്ക് ബിയർ. അതെ അതെ, സോഷ്യൽ ഡ്രിങ്കിങ് കുഴപ്പമില്ല അല്ലേ? അതെ. എന്താടാ, എല്ലാം ഓക്കെ അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. നല്ല കുട്ടിയല്ലേ? പിന്നെ നല്ല കുട്ടിയാ. അങ്ങനെ ഞാനും കമ്മിറ്റഡായി. ചെലവുണ്ട് കേട്ടോ. പിന്നെ അപ്പം ചേട്ടാ, എല്ലാം പറഞ്ഞ പോലെ ഇവന് കുട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട മട്ടില്ല കേട്ടോ. എന്താ കാര്യം? ഡേ അവിടെ വെക്കടേ,
ആവണ പണിയെടുത്താ പോരെ? പോരുന്നില്ലേ? അല്ല, ഈ കുട്ടി കൊള്ളാലോ. ഡേ ഇങ്ങൊന്നേ, നല്ലൊരു കുട്ടി. ആശ, പേര് കൊള്ളാം, കുട്ടിയും കൊള്ളാം. പക്ഷേ ഫോട്ടോ ചെറുതായി പോയില്ലേ? അതിനല്ലേടാ ഫേസ്ബുക്ക്. പറയാനുണ്ടല്ലോ, നോക്കാം. നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആശ ശ്രീനിവാസ്, ഇത് തന്നെ. മോനെ ജോത്സ്യനെ കാണാൻ പറഞ്ഞു. ആ ഉടനെ പോവാം. കൊള്ളാം അല്ലേ? കൊള്ളാല്ലേ? എനിക്കിഷ്ടായി. എടേ, ഇത് തന്നെ മതി, എനിക്കിഷ്ടായി. നീ ഒരു കാര്യം ചെയ്, ആ മാട്രിമോണി കാണുന്ന നമ്പറിലേക്കൊന്ന് വിളി, അതുപോലെ അമ്മാവനായിട്ട്. ഹലോ, ഇത് ഒറ്റപ്പാലത്തൂന്നാണ്. കുട്ടിയുടെ മാട്രിമോണിയൽ പ്രൊഫൈൽ കണ്ട് വിളിക്കുകയാണേ. ഞാൻ പയ്യന്റെ അമ്മാവനാണ്. പയ്യൻ IT ആണ്, കുട്ടിയും IT ആണല്ലോ അല്ലേ? അതെ, പക്ഷെ ഞങ്ങളെ ഈ ഗവൺമെന്റ് ജോലിക്കാരെ മാത്രമേ നോക്കുന്നുള്ളൂ. അല്ല, ഇന്നത്തെ കാലത്ത് IT നല്ലല്ലേ? ഹലോ ഹലോ ഹലോ, എന്താടാ? അത് നടക്കില്ലടേ. അവർക്ക് ഗവൺമെന്റ് ജോലിക്കാരെ മതിയെന്ന്. നമ്മളൊക്കെ ഈ ലാപ്ടോപ്പും തൂക്കി നടക്കുന്നത് വെറുതെ ആ മോനെ. അപ്പൊ അതാണ് പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. ഇത് ശരിയാവില്ല, ഇത് മുന്നാളാണ്. ഇതാണെങ്കിൽ ശുദ്ധജാതകാണ്. ഞങ്ങൾക്കല്ല ശുദ്ധായ ജാതകം തന്നെ വേണേ. ഹൈ, ഇയാൾ ആരാ? എന്റെ വകയിലൊരു ഫ്രണ്ട്. ഓരോ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം വേണ്ടേ? ഇതിനാണെങ്കിൽ ഒരു 4 പൊരുത്തേ ഉള്ളൂ. ചുരുങ്ങിയത് 5 പൊരുത്തെങ്കിലും വേണം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ. ചേട്ടാ, ആ കളത്തിലേക്ക് നോക്കി, അതിനകത്തൊരു പൊരുത്തോണ്ടാൻ ചാൻസ് ഇല്ലേ? ഒരുമാതിരിപ്പെട്ട തെറിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സംസ്കൃതം. തെറിയിൽ ശ്ലോകങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ അതും ഒരു തീരുമാനമായി മോനെ. നമുക്ക് ഈ ഒറ്റപ്പാലം ഭാഗത്തൊന്ന് നോക്കിയാലോ? അവിടെ വേറൊരു ജോത്സ്യനുണ്ട്, ജോത്സ്യർ ഷീജു. എല്ലാം നീ കാരണമാണ്. ഇനി എന്താ വെച്ചിട്ട് കയറിക്കോടാ നീ. പിന്നല്ല. ഹലോ, ഓക്കെ. See, I'm not in Bangalore now and I have no time to talk. Okay, bye. അവളുടെ ഒടുക്കത്തിനും match.com മനുഷ്യനോടെ പ്രാന്തായിരിക്കുമ്പോ അതിൻ്റെ ഇടയ്ക്ക് ചിലവന്മാരുടെ വർത്താനം കേട്ടതൊന്നും എൻ്റെ കല്യാണം ഇപ്പോഴത്തെ ദേശീയ പ്രശ്നമൊന്നും. എന്താണ് ചേട്ടാ, കല്യാണമൊന്നായില്ലേ? അല്ലെങ്കിലും കല്യാണം കഴിക്കാതിരിക്കണല്ലേ. എന്നാ ബ്രോ കല്യാണം? ഈ 29 വയസ്സെന്ന് പറയുന്നത് ബാറ്റ കമ്പനി പരസ്യം പോലെയാ. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് വാല്യൂ ടീം. വേഗം പരിപാടി നോക്കിക്കോ. എൻ്റെ പറശ്ശിനിക്കടവ് മുത്തപ്പാ, ഇതോടുകൂടി എല്ലാം ശരിയാക്കി തരണേ. നീ എന്താ ഇപ്പൊ വലിയ ഭക്തനായോ? അങ്ങനെയൊന്നുമില്ല. കല്യാണം എടുക്കുമ്പോ എല്ലാവർക്കും ഇത്തിരി ഭക്തി കൂടും. സ്വാഭാവികം. ആ ഹലോ, ഞാനിവിടെ ഉണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ. അത് പിന്നെ എനിക്കറിയില്ലേ മോളെ. കട്ടായി വൈഫാ. ലവ് മാരേജ് വേണ്ട വേണ്ടെന്ന് കാരണവന്മാര് പറയണത് വെറുതെ അല്ല. എന്താ കളിയാ, ഇന്നത്തേക്കുള്ളതായില്ലേ? രാത്രി ചെല്ലുമ്പോ ഒരു ഹെൽമെറ്റ് വിട്ടി എന്നോ.
ആരാണ്? അമ്മയാണോ? വല്ലതും ഒത്താ? ജാതകം മാച്ചാണെന്ന്. 10-8 പൊരുത്തം. അപ്പൊ ബുധനും ശനിയൊക്കെ തമ്മിൽ കോംപ്ലിമെന്റ്സ് ആയ? അവരെന്റെ ഫോട്ടോയും കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് ഒത്തു. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ജാതകങ്ങൾ നല്ല ചേർച്ച. ചേട്ടാ, കുട്ടി എങ്ങനെയുണ്ട്? തുമ്പപ്പൂ അല്ലേ? നല്ല തുമ്പപ്പൂ, നല്ല സ്വഭാവം, നല്ല പഠിപ്പ്, പിന്നെ പറയണ്ടല്ലോ, നല്ല തറവാട്ടുകാരല്ലേ അവര്. മോന്റെ ഫോട്ടോ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ചേട്ടന് കഴിക്കാനെന്തെങ്കിലും? ഒന്നും വേണ്ട, ഒരു കേക്കെങ്കിലും. നീ തുമ്പപ്പൂ കണ്ടിട്ടുണ്ടോ? ചേട്ടാ, കുട്ടിയുടെ ഫോട്ടോ വല്ലതുണ്ടോ? ഇനിയിപ്പോ എന്തിനാ ഫോട്ടോ? നാളെ തന്നെ പോയി കുട്ടിയെ കാണുകയല്ലേ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച ഉണ്ടാവും. Where are you working? ഞാൻ ITPL. പേരെന്താ? ശ്രീ. എന്തോന്നാ? ശ്രീകുമാരൻ എന്നാണ്. അതാണ്. അവക്കൊരുപാട് ആലോചനകൾ വന്നതാണ്, ഡോക്ടേഴ്സ്മാരായിട്ടും എഞ്ചിനീയേഴ്സായിട്ടും. അവളാണ് തീരുമാനിക്കേണ്ടത്. അവക്കിഷ്ടപ്പെടണം, അതെന്റെ നിർബന്ധ. എന്നാ പിന്നെ കുട്ടിയെ വിളിക്കല്ലേ കാരണവരെ? കണ്ടുകഴിഞ്ഞ് സംസാരിക്കേണ്ടതുണ്ട്. നമുക്ക് ശരിയാക്കാന്നേ. നേരെ നോക്കിക്കോളൂട്ടോ, പിന്നെ കണ്ടില്ലാന്നൊന്നും പറയരുത്. നല്ല ഒന്നാം തരം തുമ്പപ്പൂ, ലേശം കരിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ആ ബ്രോക്കർ എൻ്റെ കിട്ടിയാണ്ടല്ലോ. ആ കപ്പളമീശക്കാരനെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇതിങ്ങനെയൊക്കെ ആവുള്ളൂ. ആ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു മിനിറ്റ്. ഹലോ. Hello sir, I'm calling from findyourmatch.com. ശരിക്കും? Is it a good time to talk to you? Yes. This is regarding a special offer to upgrade your profile to premium profile. With this, you'll get full contact information. പിന്നെ chat facilities also. ഓഹോ, കുട്ടി മലയാളിയാണല്ലേ? എന്താ പേര്? ലക്ഷ്മി. അല്ല, കുട്ടി കല്യാണം കഴിച്ചാണോ? ആരത്? എൻ്റെ ഒരു ഫ്രണ്ടാടാ, കുറേ നാളായി കണ്ടിട്ടേ. ആ രണ്ടാമത് കണ്ട കുട്ടി മതിയായിരുന്നു. നാലാമത്തത് കാണുമ്പോൾ മൂന്നാമത്തത് നല്ലതായിട്ട് തോന്നും. എന്താണെന്ന് അറിയില്ലളിയാ, കണ്ണിൻ്റെ ക്ലച്ചടിച്ചു പോയെന്ന് തോന്നുന്നത്. വന്ന് ഇപ്പം ആരായാലും മതി എന്നൊരു സിറ്റുവേഷനായി. നീ ഇങ്ങനെ എപ്പോഴും ആലോചിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി സമയം വേണം മീര. ഐ ആം നോട്ട് യെറ്റ് റെഡി. You are a cheat. Meera, please. Don't ever call me again. I had enough.
ഇത്ര സില്ലി കാര്യത്തിനാണോ നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞത്? അയ്യേ, നീ പിന്നെ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേ? എന്തുവാടേ, ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയ ഞാനൊക്കെ എപ്പോൾ കെട്ടിന്ന് ചോദിച്ചാൽ മതി. അതെങ്ങനെ എറിയാ അറിയാമെന്ന് തന്നെ വടി കൊടുക്കില്ല. ഇപ്പം കണ്ടോ ആണുങ്ങൾ പെണ്ണിനെ കൊണ്ട് പോകുന്നത്. പോവാന്നാ. ഹലോ, എന്തുകൊണ്ട്? വരാം, ഒരു 10 മിനിറ്റ്. ഓക്കെ. ശ്രീകുട്ടാ, ഒന്ന് റെഡിയേ, നമുക്കവിടെ വരെ പോകാൻ ഒരു സാധനം കളക്ട്. ഡേ, നീ കേൾക്കുന്നുണ്ടാ? റെഡിയാവാൻ. എന്തടാ? ഒരു സ്ഥലം വരെ പോവാണ്ടെന്ന്. ഇതാണ് വീട്. ഹലോ. ഹലോ, വരൂ, അകത്തോട്ടിരിക്കാം. ഡേ, വേഗം വേണം. നീ ഒന്ന് പിടയ്ക്കായിരിക്കടാ. എന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കാപ്പിയോ? ഇവിടെ ഒരു ചായ. ഇവിടെ മോനെ എവിടെ വർക്ക് ചെയ്യണ്? ഞാൻ ITPL-ലാണ്. ആശേ, ചായ എടുത്തോളൂ. എന്തോന്നടി ഇത്? പെണ്ണ് കാണല? അതെ. എന്ത് തേങ്ങയാണത്? നീ ചുമ്മാ കാണണ്ടേ, ഇതിപ്പോ ചിലവുള്ള കേസൊന്നും അല്ല. ഒരുമാതിരി പരിപാടിയായി പോയി. എനിക്കിഷ്ടായി. എടേ, നീ ഒരു കാര്യം ചെയ്യ്, ആ മാട്രിമോണി കാണുന്ന നമ്പറിലേക്കൊന്ന് വിളി. അപ്പം അതുപോലെ അമ്മാവനായിട്ട്. അത് നടക്കില്ലടേ, അവർക്ക് ഗവൺമെന്റ് ജോലിക്കാരെ മതി. ആശ, ഇവന് ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ല കേട്ടോ. അല്ലും പറ, നീ ഇവിടെ ഇരിക്കുകയാണോ? നീ ഇങ്ങോട്ട് വന്നേ. നിന്നോടല്ലടാ, നീ അവിടെ നിൽക്കും. എൻ്റെ ഒരു ഫ്രണ്ട്. ഒരു മിനിറ്റ്. ആരത്? എൻ്റെ ഒരു ഫ്രണ്ടാടാ, കുറെ നാളായി കണ്ടിട്ട്. ഇതെല്ലാം ഉമ്മറിന്റെ ഐഡിയ ആണ്. ഹിസ് മൈ ബ്രദേഴ്സ് ഫ്രണ്ട്. മനസ്സിലായി. പിന്നെ എനിക്ക് ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അത് സാരമില്ല, ഞാൻ മട്ടൻ ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ എനിക്ക് ഷാറുഖ് മൂവീസ് വലിയ ഇഷ്ടമാണ്. കുഴപ്പമില്ല. ഷുവർ. ഏത് മൂവിയാ ഏറ്റവും ഫേവറേറ്റ്? ഒരുമാതിരി എല്ലാ പടവും എനിക്ക് ഇഷ്ടമാണ്, എസ്പെഷ്യലി 3 Idiots. പിന്നെ മൂപ്പര് ഹോക്കി പ്ലെയർ ആയിട്ടൊരു പടം ഉണ്ടല്ലോ, ലഗാൻ. അത് എത്ര തവണ കണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഭയങ്കര ഫാനാ ഞാൻ, സത്യം. നിങ്ങൾ വീണ്ടും ഒന്നുമല്ലേ? ഇവന്റെ കല്യാണം കഴിഞ്ഞു, ഇതെനിക്ക് വേണ്ടിട്ടാ. ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ ജനിച്ച നാളെ എന്താണെന്നറിയോ? അതിപ്പോ ഉമ്മയോട് ചോദിക്കേണ്ടി വരും. കുംഭഭരണിയോ മറ്റാണ്. കുംഭം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മാസത്തിന്റെ പേരല്ലടോ. അതെങ്ങനെ നാളാവുക? അതൊന്നും ഒരു പ്രശ്നമല്ല ജോലിസറെ. ഇവന് മൊഞ്ചുള്ളൊരു പെണ്ണിനെ കിട്ടിയാൽ മതി. ആശാനെ നമുക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ വല്ല കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ടോന്ന് അറിയാല്ല. ഞങ്ങളെല്ലാവരും ബാച്ചിലർ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രീനിങ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമുക്കതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. സാർ, അതിന് മുന്നേ നമുക്ക് ബാച്ചിലർ എന്ന ഷോർട്ട് ഫിലിമിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ശിവകുമാർ നായർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആളെയും കൂടെ വിളിക്കാം. അത് ഭയങ്കര
ഒരു വളരെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളൊരു ഫിലിമിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചുകൊണ്ടാണ് ഫിലിം തുടങ്ങുന്നത്. ഞങ്ങളെ വളരെ എൻഗേജ്ഡ് ആയിട്ട് നല്ല ഹുക്ക് ചെയ്ത് ഫിലിമിനകത്ത് ഇരുത്തി ഒരു പോയിൻ്റ് വരെ. ആ പോയിന്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പായി ഫിലിം. അത് ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ ഡ്രോപ്പായതായിട്ട് പെട്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ അങ്ങ് ഡ്രോപ്പായിട്ട് പിന്നെ അത് അങ്ങ് ഒരു എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്ത രീതിയിൽ അങ്ങ് ട്രാവൽ ചെയ്ത് എൻഡ് ചെയ്തു ഫിലിം. അങ്ങനെ ഒരു ജനറൽ പെർസ്പെക്റ്റീവാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് അങ്ങനെ ബാക്കിയുള്ള കുറച്ച് ഏരിയാസ് നല്ല കാര്യങ്ങളെടുത്ത് പറയാനുണ്ട്. പെർഫോമൻസ്, ശിവകുമാറിൻ്റെ പെർഫോമൻസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വന്നത്. എനിക്ക് ആദ്യത്തെ ഒരു ഖണ്ഡമില്ലേ, ഇയാളിത് കഴിഞ്ഞു വന്ന് പിന്നെ ആ മാലയൊക്കെ ഇട്ടൊരു കല്യാണത്തിൻ്റെ വാദ്യമൊക്കെ ആയിട്ട് വേറെ കല്യാണം നടക്കുകയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ അങ്ങോട്ടൊക്കെയും അതിൻ്റെ തന്നെ കൂടുതൽ പറഞ്ഞ് പല രീതികളിൽ ഇനിയും പോകാം വേണമെങ്കിൽ എന്നുള്ളൊരവസ്ഥ അതിനുണ്ട്. അതിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നല്ല പെർഫോമൻസ് ഒരാൾ മാത്രമല്ല, അതിലൊരു വെൽ ബാലൻസ്ഡ് ആയിരുന്നു. എല്ലാവരും വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആ നർമ്മത്തെ കൃത്യമായി ഒതുക്കിയൊക്കെ ചെയ്തെടുത്താൽ അസലായ ഒരു നർമ്മ സംഭവം ഒപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് എനിക്ക് കൂടുതലും ടെലിഫിലിം പോലെയാണ് ഫീൽ ചെയ്തത്, ഷോർട്ട് ഫിലിം പോലെയല്ല. അത് തുടങ്ങിയതൊക്കെ വളരെ രസകരമായിട്ടായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടുള്ള ചില നുറുങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ സ്ലാപ് സ്റ്റിക്കിലേക്ക് പോയെങ്കിലും പഴുത്തലി കഴിച്ചു പോകുക എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് വളരെ ക്ഷമിക്കാവുന്ന കാര്യങ്ങളാണ്. പലയിടങ്ങളിലും നമ്മളെ ചിരിപ്പിച്ച ഒരുപാട് ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വീഴ്ച തുടങ്ങുന്നത് നായകന് വേണ്ട ഒരു പാസ്റ്റ്, നായകന് വേണ്ട ഒരു സെൻറ്റിമെൻ്റൽ പാസ്റ്റ് എന്ന് തീരുമാനിച്ചിടത്താണ് ഈ സിനിമയുടെ ഫോക്കസ് നഷ്ടപ്പെടാൻ തുടങ്ങിയത്. പിന്നെ എങ്ങോട്ടേക്കൊക്കെയോ പോയി. പിന്നെ അതിലെനിക്ക് ഒരു കാര്യം ഈ എല്ലാ സിനിമാക്കാരും ചെയ്യണമെന്ന് തോന്നിയത്, ഇതിൽ പെണ്ണ് കാണാൻ വരുന്നൊരു സീനുണ്ട്, കപ്പുമായിട്ട് വരും. സാധാരണ നമ്മുടെ സിനിമയിൽ അവിടെ ഒരു വ്യക്തി ഉണ്ടാവും, ഒരു സ്ത്രീ ഉണ്ടാവും, ഒരു പെൺകുട്ടി, കൺവെൻഷനലി വിരൂപയായ ഒരു പെൺകുട്ടി. അത് ഉപയോഗിക്കാതിരുന്നത് വളരെ നന്നായി തോന്നി. ഒരു വ്യക്തിയെ എടുത്തിട്ട് നീ വിരൂപയാണ് എന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തതിന് പ്രത്യേക കൺഗ്രാറ്റ്സ്. സാഡ്നെസ് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ക്യാരക്ടറിന് ഒരു ഇമോഷണൽ ഡിപ്പ് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. ഒരു സ്റ്റോറി ലൈൻ ചെയ്തപ്പോൾ ബേസിക്കലി എല്ലാം ഒരു ഇമോഷണൽ ഡിപ്പ് വന്ന് ആ ഇമ്പാക്റ്റ് വ്യൂവേഴ്സിനെ കാണിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്നാണ് എക്സ് ലവർ എന്നുള്ളൊരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയ ഒരു ഏരിയ ഇതായിരുന്നു. അതായത് നമ്മൾ ആക്ടേഴ്സിന് നല്ല ടൈമിംഗ് ഉണ്ട്, പക്ഷെ ടൈമിങ് സ്ക്രിപ്റ്റ് എന്നതിൽ ആ ഒരു ടൈമിംഗ് സെൻസ് ഇല്ലാതെ പോയി. അതായത് ഇത്രയാണ് എനിക്കുള്ള സമയം, ഇതിൽ ഇത്രയ്ക്കൊക്കെ ബിൽഡപ്പേ സാധിക്കൂ, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ അതിനെ സ്ട്രക്ചർ ചെയ്യണ്ടു എന്നുള്ളൊരു കാഴ്ചപ്പാടില്ലാതെ പോയെന്ന് തോന്നുന്നു. പിന്നെ വിഷ്വലി നന്നായിട്ടുണ്ടായിരുന്നു. അതിന് ആ ഫ്രെയിം ഇങ്ങനെ ബ്രീത്ത് ചെയ്ത് നിന്നതൊക്കെ ഒരു പണിയെറിയുന്ന ആളുകൾ പണിയുന്നു എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടായിരുന്നു. താങ്കളുടെ വളരെ ഹിലേരിയസ് ആയിട്ടുള്ള ഫിലിം മേക്ക് ചെയ്യാനുള്ള ഒരാളെ കാണാൻ പറ്റി. മതിമറന്ന് ചിരിക്കാൻ പറ്റി ആദ്യത്തെ ഹാഫിലൊക്കെ. അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നുന്നത് എനിക്ക് ഒരു സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് ചെയ്തു. ഒരുപക്ഷെ വോയിസുകളും ഡയലോഗ്സും ഒക്കെ അതിൻ്റെ ഒരു സ്റ്റീരിയോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളെങ്കിലും അതിൻ്റെ ഒരു പാൻ നേച്ചറും ഡൈനാമിക്സും വെലോസിറ്റിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് വളരെ രസകരമായിട്ട് കൊണ്ടുവരാൻ പറ്റി. ആദ്യത്തെ ഡയലോഗിൽ തന്നെ അത് കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെ റിയലിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ വോയിസിൽ കൊണ്ടുവരാൻ പറ്റി. മ്യൂസിക്കും എൻഗേജിങ് ആയിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ അത് എഡിറ്റ് ചെയ്ത് കൂട്ടിയത് നല്ല രസമുണ്ട്, ഹൈ എന്നുള്ള വോയിസ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നിർത്തണമായിരുന്നു. പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തപ്പോൾ കുറച്ചൊരു തോന്നി. പക്ഷേ അത് പറയാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ ഇത്തരം ഡ്രോബാക്സ് ഒഴിച്ചാൽ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. ഒതുക്കി പറയാതെ അതിൻ്റെ കെട്ടുറപ്പിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സബ്ജക്റ്റ് പറയാൻ ഒരു ഫീച്ചർ ഫിലിംസിൻ്റെ കാൽഭാഗം ലെങ്ത്ത് ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി ഒതുക്കി പറഞ്ഞിരുന്നെങ്കിൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുമായിരുന്നു എന്നുള്ളത്. കാരണം എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാതെ ലാഗ് ഫീൽ ചെയ്തു പല സ്ഥലങ്ങളിലും. എന്തായാലും ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് മാർക്കിങ്ങിൻ്റെ ഇതിലേക്ക് കിടക്കാം. ഏത് സിനിമയും എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രേക്ഷകനോട് എന്ത് പറയുന്നു, ആ സബ്ജക്റ്റിനാണ് നമ്മൾ ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തു എന്നും അത് വൃത്തിയായിട്ട് പറഞ്ഞു എന്നുള്ള ഒരു ഫാക്ടറാണ് പൊതുവെ
ജൂറി എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അതിന് 7 മാർക്കാണ് 10. ആ സബ്ജക്റ്റ് ആവശ്യപ്പെടുന്ന ഫോട്ടോഗ്രാഫിക് എക്സലൻസ് അതിനുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടും അതിനും 7 മാർക്സാണ്. എഡിറ്റിന് 6 മാർക്സാണ്. ഈവൻ ദോ ഇറ്റ്സ് 60% ഓഫ് മാർക്ക്. ഓഡിയോ സെക്ഷൻ അതിന് 8 മാർക്സും. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ ജൂറി എല്ലാവരും കണ്ടതും ഇതിലെ പെർഫോമൻസ് സെക്ഷനാണ്. അതിന് 9 മാർക്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇതിൻ്റെ ടെക്നിക്കൽ സെക്ഷൻസ് ഈ പറയുന്ന കോൺസെപ്റ്റ്, ഫോട്ടോഗ്രാഫി, എഡിറ്റ്, ഓഡിയോ, പെർഫോമൻസ് വരെയുള്ള ഈ സെക്ഷന് നമ്മൾ 50-ൽ 37 മാർക്സ് ഉണ്ട്. ദെൻ ഡയറക്ഷന് 35 മാർക്സ്. അങ്ങനെ 72 മാർക്സാണ് ടോട്ടലായിട്ട് ഈ ഷോർട്ട് ഫിലിമിന് ജൂറി തരുന്നത്. അവൻഗാർഡിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ബിജു ജെ നായർ സംവിധാനം ചെയ്ത ബാച്ചിലർ. ജൂറി ഇവർക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് 72 ഔട്ട് ഓഫ് 100. ഇനി ഇവർക്ക് ആവശ്യം നിങ്ങൾ പ്രേക്ഷകരുടെ മാർക്കാണ്. നിങ്ങളുടെ മാർക്ക് ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് മീഡിയ വണ്ണിൻ്റെ വെബ്സൈറ്റ്, ഇമെയിൽ ID, ഫേസ്ബുക്ക് പേജ് ഇതിലൂടെ ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഷോർട്ട് ഫിലിമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.